ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ എപ്പോഴും ഷോർട്ട് വീഡിയോ ആണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ഇന്ന് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കുന്നത്. ആദ്യത്തെ ലോങ് വീഡിയോ ആണ് നമ്മുടെ. അപ്പം ഇന്ന് രാവിലെ മുതൽ ഈവനിങ് വരെയുള്ള കുറച്ചധികം പരിപാടികളുണ്ട് ഇന്ന്. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ചെയ്താലോ എന്ന് ആലോചിച്ചത്. നമ്മളിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, രഞ്ജിത്ത് രാജ് എന്നാണ് ആളെ പേര്. ആളെ പുതിയൊരു സംരംഭത്തിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോവാണ്. നമ്മളിപ്പം നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി ഒലിപ്രംകടവ് എന്ന് പറയുന്ന റോഡാണ്, മലപ്പുറം ജില്ലയിൽ. അതിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആളത് ഒലിപ്രം 15 എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് പുള്ളിയുടെ പുതിയ സ്ഥാപനം നിൽക്കുന്നതെന്നാണ് അറിയാൻ പറ്റിയത്. അവിടെ CCTV ക്യാമറ, അതേപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് സർവീസ്, ഡെസ്ക്ടോപ്പ് സർവീസൊക്കെ നടത്തുന്ന സ്ഥാപനമാണ്. ഒരുപാട് വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ് രഞ്ജിത്ത് രാജ് ഈ പരിപാടിക്കായിട്ട്. അപ്പോൾ അവനിങ്ങനെ അടുപ്പിച്ച് കുറേ ദിവസമായി നമ്മളിങ്ങനെ വിളിക്കുന്നു, ഇങ്ങനെ ഇനാഗുറേഷൻ ഉണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും വരണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഫസ്റ്റത്തെ ഇന്നത്തെ പരിപാടി ഓഫീസിൽ നിന്ന് നല്ല ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോവാണ്. അവിടുന്ന് പിന്നെ കോഴിക്കോടേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാം. ഇന്ന് ക്യാമറാമാൻമാരെ ആരും കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ കൂടെ തന്നെയുള്ള, നമ്മുടെ ഓഫീസിൽ തന്നെയുള്ള ഒരാളെ പിടിച്ചിട്ടാണ് ഇന്ന് ഞാൻ പോണത്. നന്ദുവിനെ പിടിച്ചിട്ട് തന്നെയാണ് പോണത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങളാണ്. നമുക്ക് ഓരോന്നാരായിട്ട് കാണാം കേട്ടോ. ഇന്നാണെങ്കിൽ നല്ല മഴയാണ്. പക്ഷെ മഴയത്ത് ഇങ്ങനെ കാർ ഓടിച്ച് പോകാൻ പറഞ്ഞാൽ നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ. പക്ഷേ നല്ല ബ്ലോക്കൊക്കെ കുടുങ്ങിയാലാണ് പ്രശ്നം. ഇതിപ്പോൾ നമ്മൾ അവൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അവൻ പറഞ്ഞ ലൊക്കേഷൻ വെച്ചിട്ട് ഏകദേശം എത്താറായിട്ടുണ്ട്. ഇതിപ്പം ചെട്ടിയാർമാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് മുമ്പായിട്ട്. ആ ഏരിയയിലാണ്. ഒലിപ്രം 15 എന്നായിരുന്നു പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ ഏരിയയിൽ എവിടെയോ ആണെന്നാണ് പറയണത്. ആളെന്ന് ഇവിടെ എത്തിയിട്ടൊന്ന് വിളിച്ചു നോക്കണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ കുറേ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. ഈ ഭാഗത്ത് എവിടെയോ ആണെന്ന് തോന്നുന്നുണ്ട് നമുക്ക്. അതെ സ്ഥലമെത്തി. ഇതാണ് നമ്മളെ രഞ്ജിത്തിൻ്റെ ഷോപ്പ്. ക്യാംഷീൽഡ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റോഡിൽ 14 മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം, ഒലിപ്രം കടവ് 14 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പ് പ്രവർത്തിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് നമുക്ക് CCTV, ബയോമെട്രിക്, ആക്സസ് കൺട്രോൾ, നെറ്റ്വർക്കിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതിൽ സെയിൽസ്, ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഇതിലേക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾ ഓൺ സൈറ്റിൽ വന്നിട്ട് അവർ ചെയ്തു തരും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ താഴെ കൊടുത്ത നമ്പർ, ഞാൻ താഴെ നമ്പർ കൊടുക്കുക, അതിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. നമ്മള് അവിടുന്ന് പതുക്കെ ഇറങ്ങിയിട്ട് നമ്മള് കോഴിക്കോട് ഭാഗത്തേക്ക് തന്നെ പോവാണ്. ഇത് നമ്മളെ റൈറ്റ് സൈഡിൽ കാണാനാണ് നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഒരു ഭാഗമാണ്. അവരുടെ ഹോസ്റ്റല് കാര്യങ്ങളൊക്കെയാണ്. മുമ്പില് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമ്മുടെ ചാൻസലർ, വൈസ് ചാൻസലർ, അവരുടെ ഒക്കെ ഭവന സംഭവങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഇവിടെയാണ് നമ്മുടെ സ്റ്റേഡിയം വരുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ വലിയ സ്റ്റേഡിയം വരുന്ന ഭാഗമാണത്. എത്രത്തോളം കാണാൻ പറ്റും എന്നുള്ള അറിയില്ല. അതാണെങ്കിൽ മഴയ്ക്ക് നല്ല, എന്താ പറയാ, നല്ല കാഠിന്യം തോന്നുന്നുണ്ടെന്ന്. കാരണം നമുക്ക് കല്ലൊക്കെ ഗ്ലാസിന്റെ മേലെ വീഴുന്ന പോലെ ഫീല് വരുന്നുണ്ട് അല്ലേ. അപ്പോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, രാമനാട്ടുകര പോയി, രാമനാട്ടുകര എന്നൊരു സ്ഥലത്ത് നമുക്ക് കുറച്ച് സാധനം പർച്ചേസ് ചെയ്തിട്ട് പോവാണ്ട്. പോകുന്ന സ്ഥലത്തിനെ പറ്റിയിട്ട് മറ്റൊന്നും ഇപ്പൊ പറയണില്ല. നമുക്ക് നേരെ രാമനാട്ടുകര വെച്ച് പിടിക്കാം. ആ നേരെ മുമ്പിൽ കാണുന്ന ആ ഭാഗമായിരുന്നു പണ്ട്, അതിന്റെ ബാക്ക് സൈഡിലായിരുന്നു പണ്ട് സ്പിന്നിങ് മില്ല് ഉണ്ടായിരുന്നു. ഇപ്പൊ അതെന്താണ് സംഭവം എന്നുള്ളത് പ്രോപ്പറായിട്ട് നമുക്ക് അറിയില്ല. എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും എന്തായാലും. പക്ഷെ അടിപൊളിയായിട്ടൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. റോട്ടില് നല്ല രീതിയിൽ വെള്ളം നിൽക്കുന്നുണ്ട്. തൊട്ടടുത്തൊന്നും ആളുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വണ്ടി വിടല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. അവിടെ ബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സ്പിന്നിങ് മിൽ. സ്പിന്നിങ് മില്ലിന് പ്രവർത്തനം ഇപ്പം ഇല്ല എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു സ്പിന്നിങ് മിൽ. പണ്ട് ഒത്തിരി വർഷം, എന്റെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു.
ഇവിടുന്ന് ഹൈവേന്ന് നേരെ നമ്മള് തിരിഞ്ഞു പോകുന്നത് രാമനാട്ടുകര ടൗണിലോട്ടാണ്, രാമനാട്ടുകര അങ്ങാടിയിലോട്ടാണ്. ഇവിടെ നിന്നാണ് എക്സിറ്റ് ഉണ്ടായിരുന്നത്. രാമനാട്ടുകാർക്കൊക്കെ കുറെ കൂടി മനസ്സിലാവും ഈ ഭാഗം ഇവിടെയാണ് എക്സിറ്റ് എന്നുള്ളത്. ഇവിടെ നമ്മള് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു സാധനം വാങ്ങിക്കാനുണ്ട്. അവിടെ ഒരു ഭാരത് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോർ ഉണ്ട്. അവിടേക്കാണ് ഇപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. ഞാൻ പിന്നെ കാറിന്റെ ഉള്ളിൽ നിന്ന് ഒത്തിരി വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു തരാൻ പോലും നമുക്ക് എന്താവാൻ പറ്റുന്നില്ല. മഴ പെയ്യുന്നുണ്ട്, എന്നിട്ട് വിഷ്വൽസ് ഒന്നും കാണാനും കഴിയില്ല. നമ്മളൊരു സ്ഥലം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു തരണമെങ്കിൽ തന്നെ അത് പ്രോപ്പറായിട്ട് എനിക്ക് കാണിച്ചു തരാൻ എനിക്ക് പറ്റണില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളൊരു ബിൽഡിംഗ് ഉണ്ടോ? ആ ബിൽഡിംഗ് ആർക്കെങ്കിലും, കാരണം ഞാനൊക്കെ കോളേജിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണ് മെയിൻ ടൈമിൽ കാണാൻ തുടങ്ങി. പക്ഷെ അത് ഒത്തിരി വർഷമായിണ്ട് ആ ബിൽഡിംഗ് ഇങ്ങനെ അവിടെ കിടക്കുന്നത്. എന്താണ് ആ ബിൽഡിംഗ്? എന്തെങ്കിലും റദ്ദായതാണോ, എന്താണ് അതിന്റെ പ്രൊജക്ട് ഡ്രോപ്പ് ആയതാണോ, എന്താണെന്ന് നമുക്കറിയില്ല. ആർക്കെങ്കിലും ഒക്കെ അതിനെ പറ്റി എന്തെങ്കിലും അറിയണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരണ്ടേ. ഇപ്പൊ രാനാട്ടർ അങ്ങാടിയിലോട്ട് എത്തി നമ്മള്. ഇതാണ് ഭാരത് സൂപ്പർ മാർക്കറ്റ്. ഈ ഭാരത് സൂപ്പർ മാർക്കറ്റ് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സ്ഥലമാണ്. ചെറുകിട കച്ചവടക്കാരൊക്കെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് കിട്ടുന്ന ഒരു സ്ഥലമാണ്. കാരണം നമ്മള് പല പ്രോഗ്രാംസിനും ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. വീട്ടിലെ പ്രോഗ്രാംസ് ആയാലും ഒക്കെ ആയിട്ട് ഒത്തിരി സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല അത് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് എന്നുള്ളത്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞുള്ള അറിവ്. പക്ഷെ ആരെങ്കിലൊക്കെ ഇനി വീട്ടിൽ എന്തെങ്കിലും കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക. കാരണം അത് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഉള്ളിൽ കയറാ, ആകെ ഒത്തിരി സാധനം ഒന്നും എടുക്കാനില്ല. നമുക്ക് ആകെ 2-3 സാധനം എടുക്കാനുള്ളൂ. ഉള്ളിൽ കയറാ, ജസ്റ്റ് സാധനം എടുക്കാൻ പോവാ. അവിടെ നമ്മൾ പതുക്കെ ഇറങ്ങി, നമ്മള് ഭാരത് നിന്ന് നേരെ ഇറങ്ങി. ഇനി നമുക്കൊരു ചെറിയ സാധനം കൂടി വാങ്ങിക്കാനുണ്ട്. അപ്പൊ അത് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞത്. ഒരു തവണ നമ്മുടെ കൂട്ടുന്ന ആളെ അവിടെ നിന്ന് വാങ്ങിച്ചത് ടിഷ്യൂ പേപ്പർ വാങ്ങിക്കാനാണ്. അപ്പൊ അതിന് വേണ്ടി അങ്ങോട്ട് പോവാ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിയ ശ്രദ്ധ പോയാൽ മഴയത്ത് റിസ്ക് ആണ്. വണ്ടി വിടാനും ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഇവിടെ കയറിയാലോ. ഇതാണ് രാമനാട്ടുകര അങ്ങാടി, പ്രോപ്പർ അങ്ങാടി, രാമനാട്ടുകര അങ്ങാടി. ഇത് ഈ പോകുന്ന റോഡാണ് പാലക്കാട്, മഞ്ചേരി, മലപ്പുറം ഒക്കെ പോകുന്ന റോഡാണ് അത്. നമ്മളിവിടുന്ന് നേരെ തന്നെയാണ് നമുക്ക് പോകാനുള്ളത്. ഇതാണ് ഫറൂഖ് കോളേജ് റോഡ്. ഫറൂഖ് കോളേജ് അറിയാത്തവരുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കോളേജാണ് ഫറൂഖ് കോളേജ്. അവിടേക്ക് പോകുന്ന റോഡാണ്. ഫറൂഖ് കോളേജ് റോഡ് തന്നെ. പക്ഷെ ഈ റോഡിന് എന്താന്ന് പറയാന്ന് എനിക്കറിയില്ല. ഇതിപ്പോ ഞാൻ ഇച്ചിരി ഉള്ളോട്ടേക്ക് റോഡിൽ കയറിയതാണ്. അവിടെ ഓപ്പൺ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷോപ്പ്. നമുക്ക് എന്ത് ചെയ്യാം, റിവേഴ്സ് വെക്കാം. ബാക്കിയെങ്കിലും ടിഷ്യൂ ഒക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുമ്പോ കുറച്ചുകൂടി നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും. കോസ്റ്റ് ഇച്ചിരി കുറവാണ് ഇവിടെ നിന്ന് എടുക്കുമ്പോ. ഞങ്ങളിങ്ങനെ ടിഷ്യൂ ഒക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങി. കാരണം അതിന്റെ ഉള്ളിൽ പുറമത്തെ വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ. അതിന്റെ ആൾക്കാരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലത്തെ വീഡിയോ, പ്രൊഡക്ഷന്റെ വീഡിയോ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ സാധനം മേടിച്ച് നേരെ കോഴിക്കോട് നേരെ പിടിക്കുന്നു. പക്ഷേ ഈ മഴയത്താണ് പൊതുവെ വിശപ്പ് കൂടുക. ഞാനാണെങ്കിൽ ഈ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിങ്ങനെ ഓരോരോ പുതിയ പുതിയ ഭക്ഷണമൊക്കെ കാണുമ്പോ ഇങ്ങനെ കഴിക്കണം എന്നുള്ള തോന്നുന്ന ഒരാളാണ്. അത് എസ്പെഷ്യലി മഴയൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ എന്ത് വരും, നമുക്ക് തിന്നാനുള്ളൊരു ഇത് തോന്നുമ്പോ കൂടുതൽ തോന്നും. ഭക്ഷണം കഴിക്കാനുള്ളൊരു തോന്നിച്ച് നമുക്ക് കുറച്ചും കൂടി വരും.
പോണ വഴിക്കുണ്ടെങ്കിൽ നല്ല ഫുഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ നന്ദു തപ്പിക്കോ, നമുക്ക് എവിടെയെങ്കിലും പോവാം. ഇത് ഈ റോഡിൽ ഇങ്ങനെ പോവാന്നല്ല, നമുക്ക് മഴ ആയതുകൊണ്ട് ഒന്നും നമുക്ക് ഇറങ്ങിയൊരു സാധനം എടുക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. നമ്മളിങ്ങനെ ഫറോക്ക് പുതിയ പാലം, അതായത് കോയാസ് പാലം കഴിഞ്ഞ് നേരെ മുമ്പിൽ ബ്ലോക്കാണ്. നല്ല രീതിയിൽ ബ്ലോക്കാണ്. നല്ല രീതിയിൽ ബ്ലോക്ക് ആണെങ്കിൽ ഇതേമാതിരി വണ്ടി വളയ്ക്കേണ്ട ഒരു സാഹചര്യം വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ബ്ലോക്ക് നമ്മൾ ആദ്യം പ്രതീക്ഷിക്കാതെ ഇരുന്നിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ നല്ല രീതിയിൽ ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തിരിഞ്ഞ് കളിക്കുന്നത് ബുദ്ധിയല്ല. അടുത്ത പരിപാടി പിടിക്കാന്നല്ലാതെ മഴയൊന്നും ആസ്വദിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ്. വണ്ടി ഓടിക്കുമ്പോ ഇങ്ങനെ ബ്ലോക്ക് വരുമ്പോഴാണ് ചടങ്ങ്. മറ്റിങ്ങനെ ഓടിച്ചു പോകുമ്പോ ഭയങ്കര രസമാണ്. അവിടുന്ന് വണ്ടികൾ വരുന്നുണ്ട്, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് അതാണ് പ്രശ്നം. ഇവിടെ വണ്ടി വളയ്ക്കാം അല്ലേ എന്തോ, വെറുതെ ചുമ്മാ ബ്ലോക്ക് കിടക്കുന്നതിനേക്കാൾ നല്ലത് വണ്ടി വളയ്ക്കുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കിടന്ന് കറങ്ങേണ്ടി വരും. അവിടെയും എന്തെങ്കിലും കാരണം കൊണ്ട് ബ്ലോക്ക് ആക്കിച്ചിട്ടുണ്ടാവും. ചുമ്മാ ബ്ലോക്ക് ഹൈവേനെ പിടിച്ച് പോയാലോ? ടോളും കൊടുത്ത് പോണം, എന്താണ് ഒരു ചടങ്ങ്. ഞാനാണെങ്കിൽ മറ്റേ നമ്മുടെ 1 മാസത്തേക്കോ 3 മാസത്തേക്കോ എന്തോ ആക്കുന്നൊരു സ്കീമുണ്ട് ടോള്. അതങ്ങനെ ആക്കുന്നത് ഞാൻ ചെയ്തിട്ടുമില്ല. കുഴപ്പമില്ല, പോയിക്കാം. ബസ് വല്ലാതെ ഓണടിക്കണ്ടല്ലോ. ഇതാണ് നമ്മളെ PWD ഗസ്റ്റ് ഹൗസ്. ഇപ്പൊ പോയി കഴിഞ്ഞു. ഇത് നേരെ നമ്മൾ ഈ പാലത്തിന്റെ ഭംഗി ആസ്വദിച്ച് പോവാന്നുള്ളൂ. ആരും ഇതിലൂടെ വല്ലാണ്ട് പോകണ്ട. കാരണം എന്താ വെച്ചാൽ ഫുള്ള് ബ്ലോക്കാണ്. ഈ ആസ്വദിക്കുന്നതൊക്കെ അവിടെ പോകുമ്പോൾ നിരാശയിലെത്തും. അതുകൊണ്ട് അതിന് ആരും മെനക്കെടണ്ട. പഴയ പാലം വഴി പോവുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ എത്തും. കാരണം എന്താ വെച്ചാല് അതിലൂടെ വലിയ വാഹനങ്ങളൊന്നും കടത്തി വിടാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പഴയ ഫറൂഖ് ബ്രിഡ്ജ് ഉണ്ട്, അതിലൂടെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അവിടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അവിടെയും ചെറിയ ബ്ലോക്ക് ഉണ്ടാവും, പക്ഷെ ഇവിടുന്ന് നമ്മൾ കയറുന്നതിനേക്കാൾ സുഖമായിട്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. പഴയ വഴി പോണോ അതോ ഹൈവേ വഴിയാണ് ഇപ്പൊ അടച്ചു? ഹൈവേ വഴിയായിട്ട് പോവാല്ലേ? നമുക്ക് എന്നാലും ഇങ്ങോട്ട് തിരിയേണ്ടില്ലേ? ജസ്റ്റ് അവിടെ നിന്ന് അങ്ങോട്ട് പോയാ മതിയായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ നെസ്റ്റോന്ന് സാധനങ്ങൾ വാങ്ങിക്കാണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ട് നമുക്ക് എങ്ങോട്ട് പോവാം, നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. അതാകുമ്പോ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് കിട്ടല്ലോ. നമ്മളിതിന് മുമ്പൊക്കെ തോന്നുന്നു ഷോർട്ട് വീഡിയോ നെസ്റ്റോയില് പോയ ഒരു വീഡിയോ ഇട്ടുണ്ടോ തോന്നുന്നു അല്ലെ? ആൾക്കാർക്ക് ഒരു മടുപ്പ് വരുമോ? ഏയ്, അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. എല്ലാ മാസവും നമ്മൾ അവിടെ നിന്ന് തല കാണിച്ചിട്ടില്ലെങ്കിൽ അതൊരു ചടങ്ങായി മാറിയിട്ടുണ്ട്. എല്ലാ മാസവും ഇപ്പൊ അവിടെ ഒരു നെസ്റ്റോയില് ഒത്തിരി സാധനം വാങ്ങിക്കാനല്ല, പക്ഷെ എനിക്ക് ആ ഭാഗത്ത് കൂടെ പോകേണ്ടത് ഉള്ളതുകൊണ്ടും അവിടുന്ന് 2 പ്രധാനപ്പെട്ട സാധനം വാങ്ങിക്കാനുണ്ട്. അപ്പം അത് വാങ്ങിച്ചു കഴിഞ്ഞ് നേരെ നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക്. ഭക്ഷണം വിശക്കുണ്ടോ ഉനക്ക്? 12 മണിയല്ലേ? എനിക്ക് ആ കാതർക്ക മെസ്സ് ഉണ്ടല്ലോ കോഴിക്കോട്, അവിടെ പോയാൽ കൊള്ളാന്നുണ്ട്. പക്ഷെ അവിടെ കാർ അങ്ങോട്ട് പോകുന്നുള്ളത് അറിയില്ല, അതാ പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്നൊന്ന് നല്ല ഫുഡാണ് എന്ന് പറയുന്നത് കേൾക്കുന്നുള്ളൊരു. പക്ഷെ ഇതുവരെ ഞാൻ പോയിട്ടില്ല കേട്ടോ, എനിക്ക് അതിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ല. പക്ഷെ എല്ലാവരും നല്ല ഫുഡാണ്, ഒന്ന് കഴിച്ചു നോക്കേണ്ട സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. ഇതാണ് ഫറൂഖ് മിനി സിവിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞ RT ഓഫീസും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെയാണെങ്കിൽ എല്ലാം വരുന്നത്. അതോ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ബിൽഡിങ്ങിന്റെ വർക്കൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. ഇനാഗ്രേഷൻ കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. നമ്മള് തിരിച്ച് നേരെ ഫറൂഖ് കോളേജ് റോഡിൽ തന്നെ കയറിയിട്ട് നേരെ ഹൈവേ പിടിക്കാനുള്ള പരിപാടിയാണ്. കാരണം ഞങ്ങൾ തിരിച്ചു വരുമ്പോ അതിലൂടെ വരണം എന്നാണ് വിചാരിച്ചിരുന്നത്. നെസ്റ്റോന്നിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നെസ്റ്റോന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ ബ്ലോക്കും കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഒത്തിരി സമയം. ഡിഫൻഡർ ഒക്കെ ആണല്ലോ ഫോണ്.
മഴയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ നേരെ പോവാണ്. മഴ നല്ല രീതിയിലെ മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ തീരെ മഴയില്ല. റോഡ് കുറച്ചും കൂടി എന്താണ് കാലിയായിട്ട് തന്നെ ഉണ്ട്. നമ്മുടെ മൈനസ് ബാലൻസ് കാണിക്കും. എനിക്ക് ആ SBIന്റെ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടാണ് തോന്നുന്നത്. മറ്റേ വണ്ടീന്റെ ആണെങ്കിൽ IDFCന്റെ കുറച്ചുകൂടി നല്ലതാന്ന് തോന്നും. SBIന്റെ മൈനസ് ബാലൻസ് നമ്മൾ അറിയാതെ വണ്ടി എടുത്തു പോവുകയും ചെയ്യും. പക്ഷെ മൈനസ് ബാലൻസ് ആകുമ്പോൾ പിന്നെ ശ്രദ്ധിക്കും. ഡെക്കാത്തലോൺ കോഴിക്കോട് ജില്ലയിലെ ഏക ഡെക്കാത്തലോൺ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഭവം കോഴിക്കോട് ജില്ലയിലേക്ക് മലപ്പുറം ജില്ലയിൽ ഡെക്കാത്തലോൺ ഞാൻ കണ്ടിട്ടില്ല. എറണാകുളത്തും ഇവിടേക്ക് കണ്ടിട്ടുണ്ടെന്നല്ലാതെ. ടോള് ഇപ്പൊ എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ വെട്ടിച്ചിറ ഭാഗത്തൊക്കെ ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ട് ടോളിന്റെ. എല്ലാരും ടോളിലൊക്കെ പൈസ ആക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ പോവാം. പിന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ എന്താ പറയാ സ്വഭാവം വളരെ നല്ലതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നമുക്ക് നല്ല നല്ല രീതിയിൽ മോശം ഇത് ഉണ്ടായിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ കൊണ്ട്. ഇതിന് മുമ്പൊരു ദിവസം ഞാൻ ഇതിന് ഫസ്റ്റ് ഫാസ്ട്രാക്ക് ചെയ്ത് വന്ന സമയത്ത് പൈസ പോയിട്ടും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അത് അവര് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്താണ് ചെയ്തത്. ചില ആൾക്കാർ സ്വഭാവം നല്ലതായിരിക്കും, ചില ആൾക്കാർ വളരെ മോശമായിരിക്കും. നമ്മള് നേരെ ഇവിടെ എത്തി, ഹൈലൈറ്റ് മാൾ എത്തി. മാളില് മൈജിയില് പരസ്യമൊക്കെ ഉണ്ടല്ലോ. ഹൈലൈറ്റ് മാൾ എത്തി. എന്നാലും ഇപ്പൊ ഹൈലൈറ്റ് മാളിന്റെ വീഡിയോ ഇട്ടുണ്ട്. എല്ലാരും വിചാരിക്കണ്ടാവും ആ ഹൈലൈറ്റ് മാളിൽ മാത്രമേ ഡെസ്റ്റോയില് പോവുള്ളൂ, അല്ലെ ഇവ ഡെസ്റ്റോ പോണത് നാലാളെ കാണിക്കാനാണോ എന്നൊക്കെ തോന്നിച്ചിട്ടുണ്ടാവും. പക്ഷെ ചില സാധനങ്ങള് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ചില സാധനങ്ങളുണ്ടാവും. അത് ചിലപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ട് പോകുന്നത്. നമുക്ക് ഗോകുലം മാളിൽ പോവാണ്ടായിരുന്നു. പക്ഷെ അവിടെ തന്നെ സ്റ്റോലും പോവാം. പക്ഷെ ഞാൻ എന്താ വെച്ചാല് അവിടെ ബ്ലോക്ക് ആയത് കാരണം ഇങ്ങോട്ട് പോരേണ്ടി വന്നേ. നമ്മുടെ ഒരു സുഹൃത്തും മുമ്പിൽ പോകണ്ടല്ലോ. സെറ്റ്, നമുക്ക് ഇറങ്ങാം. കഴിഞ്ഞിട്ട് നമുക്ക് OnePlusന്റെ ഷോറൂമിൽ ഒന്ന് പോകാണ്ട്. ആദ്യം ഇവിടുത്തെ പർച്ചേസ് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങാം. ഓക്കെ, പർച്ചേസ് ഒക്കെ ചെയ്യണം, ഒന്ന് കണ്ടുവരാം. അവിടുന്ന് ആ ചെറിയത് എടുക്കാം, നമ്മുടെ ആ ട്രോളി എടുത്ത്. ഞാൻ അപ്പോൾ അത് നോക്കാം. ഇതൊരെണ്ണം വാങ്ങിക്കാം, ഇത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഒന്നും മതിയാവും അല്ലേ? കഴിഞ്ഞ പോക്കിൽ നമ്മൾ വാങ്ങിച്ചതാണ്. ഫ്ലേവറും കൂടി മേടിച്ചേക്കണം. വേണ്ടല്ലോ, ഒരെണ്ണം പോരെ? പിന്നെ വേണമെങ്കിൽ വന്ന് വാങ്ങിക്കല്ലേ. വാ. നമുക്ക് ഗുഡ് ലൈഫിൻ്റെ പാല് വേണ്ടേ? ഗുഡ് ലൈഫിൻ്റെ പാല് ലൈഫിൻ്റെ ചെറുതുണ്ട്, അതാകുമ്പോൾ നമുക്ക് അത് മാത്രം ഒരു ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമുണ്ട്. അത് കാണുന്നില്ല. വാ, നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. നമുക്ക് മെയിനായിട്ട് പച്ചക്കറിയും ഇതൊക്കെയാണെന്ന് വാങ്ങിക്കാനുള്ളത്. പിന്നെ വേറെ 2 സാധനം, അതിലൊരെണ്ണം സാധനം അവിടെ നോക്കിയിട്ട് കാണില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ സൈഡിൽ പോയതല്ലേ. പഞ്ചസാര കിടക്കട്ടെ. എന്താ കഴിക്കാൻ എന്താ വേണ്ടേ നോക്കിയിട്ട് എടുത്തു. ഒരുപാട് സാധനങ്ങളുണ്ട്. കപ്സ് ഉണ്ട്, എന്താ സാധനം വെച്ചാൽ നമുക്ക് ഹെവി ആയിട്ട് പുറമെന്ന് കഴിക്കാം. എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിലും വാങ്ങിക്കാം. ചിക്കൻ പാർട്സും വാങ്ങിച്ച്, ചിക്കൻ്റെ പാർട്സ് കണ്ടപ്പോൾ വാങ്ങിച്ച്. നല്ല തന്നെ ആയിരിക്കും മസാലല്ലേ. ആ സാധനം മേടിച്ചു. നേരെ അവിടെ നിന്ന് കുറച്ച് പച്ചക്കറി എടുക്കാം. നമുക്ക് പച്ചക്കറി
അടുത്ത 15 തീയതി അല്ല, 15-ാം തീയതി മുമ്പൊക്കെ നമുക്ക് ഒരു പ്രോഗ്രാമുണ്ട്. വീട്ടിലൊരു പച്ചക്കറി വാങ്ങിക്കണം. കൂടുതൽ വേണ്ട, കുറച്ച് കിലോ നല്ലതൊക്കെ നോക്കിയിട്ട് എടുത്തോളൂ. നെക്സ്റ്റ് വരുന്നത് 1 കിലോ 36, 40 സിംഗിളായിട്ടോടെ 40 രൂപ ഉള്ളിന്നൊക്കെ നോക്കിയിട്ട് കിലോ 36 രൂപ. കാബേജ് നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാബേജ്. പക്ഷെ കാബേജിൻ്റെ ഒരു പ്രശ്നമാണ്. കാബേജിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ സ്റ്റോണൊക്കെ ഉള്ളവർ വെറുതെ കാബേജൊക്കെ അടിച്ച് കയറ്റിയിട്ട് കല്ലിൻ്റെ വേദന കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, കരയേണ്ടി വരും. അപ്പം അതുള്ളവർ മാത്രം ശ്രദ്ധിക്കുക, ബോധത്തിലുള്ളവർ വാങ്ങിച്ചോളൂ. ചേർത്ത് തട്ടിൽ ചേർക്കാൻ ചുള്ളിക്ക് അത്ര വലിയ സംഭവം തോന്നിയില്ല. ഉള്ളിൽ നിന്ന് കുറേ തരേണ്ടി വന്നു. പൊതുവെ ഇവിടെ വന്നാൽ ഞാൻ തരേണ്ട ആവശ്യം നമുക്ക് വരാറില്ല. ഉള്ളിൽ നിന്ന് വെച്ച് തരേണ്ടതായിട്ട് നമുക്ക് വന്നു. അത്യാവശ്യം കുഴപ്പമില്ല. ഇതിന് മുമ്പ് വന്ന സമയത്തുള്ള പച്ചപ്രദേശം അത് കുഴപ്പമില്ല, നല്ല സാധനം, അത്യാവശ്യം കുഴപ്പമില്ല സാധനം. ഇതിന് മുമ്പ് വന്ന സമയത്ത് പച്ചപ്രദേശം അപ്പുറത്ത് വെച്ചോ, തൂക്കാൻ അവിടെ ഒരു കാലിയല്ലേ, അവിടെ വെച്ചോ. ഞാൻ ഇപ്പോൾ തൂക്കിയില്ലേ, നമുക്ക് ഇനി അവിടെ കുറച്ച് സാധനം കൂടെ എടുക്കാണ്ട്. അത് നേരെ എടുത്തോ. ബില്ലാക്കാം, ബില്ലാക്കാം. അപ്പോൾ നെക്സ്റ്റ് പോലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ടയർഡായി. നമ്മൾ അറിയുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ മീറ്റ് ചെയ്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ഇനി ഞങ്ങൾ മെയിനായിട്ട് വന്ന 2 കാര്യത്തിന് പോവാണ്. എന്താണെന്നുള്ളത് ഞാൻ ഇപ്പം പറയില്ല, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ അവിടെ പോണ വിഷ്വൽസൊക്കെ എടുക്കുക. അതിൽ ഒന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒന്നിപ്പോൾ നമ്മൾ പറയുന്നില്ല. പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു വീഡിയോ ചെയ്യാം അതിനെ പറ്റിയിട്ട്. അപ്പം നെക്സ്റ്റ് ഒന്ന് ഇറങ്ങാൻ നോക്കട്ടെ. ഇനി ഈ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി കണ്ടെത്തലാണ് മെയിൻ പരിപാടി. അങ്ങനെ വണ്ടിയൊക്കെ കണ്ടെത്തി സാധനങ്ങളൊക്കെ കയറ്റി തിരിച്ചു പോവാണ്. ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഭാഗമാണിത്. ബാക്കി ഉടനെ തന്നെ വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് മാക്സിമം ഷെയർ ചെയ്ത് കൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.